നമ്മുടെ ഈ തിരക്ക് പിടിച്ച ലോകത്തിൽ പലപ്പോഴും നമ്മൾ സ്വയം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ജീവിക്കുന്ന നമ്മൾ ഉള്ളിലുള്ള സൗന്ദര്യത്തെപ്പറ്റി മറന്നുപോകുന്നു. പക്ഷേ ഒരു കാലത്ത് സൗന്ദര്യത്തെക്കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളെയും മാറ്റിയെഴുതിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേര് ഇസബൽ ഫ്ലോറസ്. പക്ഷേ ആളുകൾ അവളെ സ്നേഹത്തോടെ റോസ് എന്ന് വിളിച്ചു. 1586 പെറുവിലെ ലിമയിൽ ജനിച്ച അവൾ തന്റെ സൗന്ദര്യമല്ല, മറിച്ച് തന്റെ ആത്മാവിന്റെ സൗന്ദര്യമാണ് ലോകത്തിന് കാണിച്ചു കൊടുത്തത്. അവളുടെ ഉള്ളിൽ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ഒരു അഗ്നിയുണ്ടായിരുന്നു. ആ സ്നേഹം കാരണം അവൾ ലോകത്തിന്റെ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ചു. പലരും അവളെ കളിയാക്കി ഭ്രാന്തി എന്ന് വിളിച്ചു. പക്ഷേ അവൾ അതൊന്നും കാര്യമാക്കിയില്ല. കാരണം അവളുടെ സന്തോഷം മറ്റുള്ളവരുടെ അംഗീകാരത്തിലായിരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹത്തിലായിരുന്നു. അവൾ ദരിദ്രരെയും രോഗികളെയും ശുശ്രൂഷിച്ചു. പൂക്കൾ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് അവരുടെ വിശപ്പടക്കി. നമ്മൾ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നതും അനുഭവിക്കാൻ കൊതിക്കുന്നതുമായ ആ ആത്മാർത്ഥമായ സ്നേഹം അവൾ അവളുടെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ചു. 1617 വെറും 31 വയസ്സിൽ അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവളുടെ മരണത്തിന് ശേഷം 54 വർഷം കഴിഞ്ഞ് 1671 ഏപ്രിൽ 12 പോപ്പ് ക്ലെമന്റ് 10 അവളെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ലാറ്റിൻ അമേരിക്കയിലെ ആദ്യത്തെ വിശുദ്ധയായി അവൾ മാറി. റോസ് ഓഫ് ലിമയുടെ ജീവിതം നമ്മളോട് പറയുന്നത് ഇതാണ്: നിങ്ങൾ ആരാണെന്ന് സ്വയം തിരിച്ചറിയുക, നിങ്ങളുടെ ആത്മാവിനെ സ്നേഹിക്കുക. അപ്പോൾ ഈ ലോകം നിങ്ങളുടെ ഉള്ളിലെ സൗന്ദര്യത്തെ അംഗീകരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഉള്ളിലുള്ള ആ റോസാപ്പൂവിനെ നിങ്ങൾക്കായി വിടർത്തുക.